Hi all, we are back to the discussion of damped harmonic oscillator, and we have discussed its equation of motion. We found it by analyzing what are the forces acting on that body and equated to mass times acceleration, and we reached for that differential equation of damped harmonic oscillator. Then we propose the solution for it, though the derivation is not required for us, and we discussed its solution, what is the meaning of that, and what is the new frequency omega prime and all was discussed in last class. Now as we are aware its energy decreases continuously, our next question is it possible for us to find a formula for the total energy of that damped harmonic oscillator at a particular instant? ഒരു പ്രത്യേക സമയത്ത് അതിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. മുമ്പ് അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എനർജി ഇന്ന സമയത്ത് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം എനർജി കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ എനർജിയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് ഒരു അൺഡാംപ്ഡ് ഓസിലേറ്ററിന്റെ എനർജി എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് കെ A square. The fixed ആണ്, kinetic energy plus potential energy. It's fixed and we have that formula. But for a damped harmonic oscillator, we have to derive the formula for its energy. And the derivation ക്ലെപ്നറിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു നോക്കണം. ഡെറിവേഷൻ അത്ര കണ്ട ഒരു ബുദ്ധിമുട്ടുള്ള ഡെറിവേഷൻ അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ എനർജി? What are the energies here? ഇവിടെ ഉള്ളത് നമ്മുടെ ബോഡിക്ക് ഉള്ളത് രണ്ട് എനർജിയാണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈ രണ്ട് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഹാഫ് എം വി സ്ക്വയർ. കറക്റ്റ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓർ സ്പീഡ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഓഫ് ദാറ്റ് ഓസിലേറ്റർ. ആ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓർമ്മിക്കുക. ഇത് രണ്ടുമാണ്. അപ്പം ഇതിനുള്ള പുതിയ എക്സ്പ്രഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. എക്സിനുള്ള എക്സ്പ്രഷൻ ഉണ്ട്, വിക്ക് എം കോൺസ്റ്റന്റ് ആണ്, കെ കോൺസ്റ്റന്റ് ആണ്. അറിയാലോ, എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ മാസ്, കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇത് രണ്ടും ഡാംപ്ഡ് ആയാലും അൺഡാംപ്ഡ് ആയാലും മാറ്റില്ലാത്ത സാധനങ്ങളാണ്. വിയും എക്സും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എക്സിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എക്സ്? നമ്മുടെ കയ്യിൽ ആ ഇക്വേഷൻ ഉണ്ട്. എക്സിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് എക്സ്? കൊടുക്കുന്നുണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്പൊണൻഷ്യൽ മൈനസ് ബി ബൈ 2m into t then cos omega prime t plus 5. ഇതാണ് നമ്മുടെ എക്സിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കൂളായിട്ട് നമുക്ക് അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ് നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എളുപ്പത്തിൽ നമുക്ക് അതവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ചെക്ക് ഇറ്റ് ഔട്ട്. അതെങ്ങനെയാണ് പോവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്താ സിമ്പിൾ അല്ലേ, ഹാഫ് കെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്. സോ ഇറ്റ് വിൽ കം ആസ് ഹാഫ് കെ. ഇവിടെ വരുമ്പോൾ ഇതൊക്കെ സ്ക്വയർ ചെയ്യണം. അപ്പം എനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ 2 ഉം 2 ഉം കൂടി കട്ട് ചെയ്ത് പോകും അല്ലേ? നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇ ടു ദ പവർ മൈനസ് 2vt ബൈ 2m എന്ന് വരും. പിന്നെ ഇപ്പുറത്തോ കോസ് സ്ക്വയർ ഒമേഗ പ്രൈം ടി പ്ലസ് 5 വരും. ഈ 2 കട്ടായി പോകും. അപ്പൊ ആ ടേമിൽ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല, പുഷ്പം പോലെ നമുക്ക് ആ ടേം കിട്ടും. അപ്പോ അവിടെ ക്ലിയർ ആണ്. ഇറേസർ ഒന്ന് വലുതാക്കാം അല്ലേ?
sorry. Just check this. അടുത്ത നമുക്ക് നല്ല റൈസർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ടേം നമുക്ക് കൃത്യമായിട്ട് കിട്ടി. ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലായി. വി ഹാവ് പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്രഷൻ. Potential energy is equal to half k a square e to the power minus bt by m cos square omega prime t plus 5. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്പ്രഷൻ ആയി, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആയി. ഇനി നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടത് ആർക്കാണ്? കൈനറ്റിക് എനർജിക്കാണ്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനിൽ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നമില്ല. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ വി കണ്ടുപിടിക്കണം. അപ്പോൾ വി ഈസ് നത്തിങ് ബട്ട് വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലെ. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പം എക്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്താ വരിക? എ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഡി ടി ബൈ 2n കോസ് ഒമേഗ പ്രൈം ടി പ്ലസ് 5. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം നമുക്ക്, എന്നാലും മനസ്സിലാവുള്ളൂ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് പ്രൊഡക്റ്റ് റൂൾ. ഇവിടെ ടീന്റെ ഒരു ടേം ഉണ്ട്, ഇവിടെ കോസിന്റെ ഒരു ടേം ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമ്മൾ അങ്ങോട്ട് എഴുതിയാൽ മതി. ദാറ്റ് വിൽ ബി, ഞാനത് രണ്ടിലും e to the power മൈനസ് ബി ടി ബൈ 2 എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുണ്ടാവും. എയും കോമൺ ആയിട്ടുണ്ടാവും രണ്ട് ടേമിലും. അപ്പൊ ഞാൻ ആദ്യം തന്നെ അത് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. e to the power minus dt by 2m അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക മൈനസ് ബി ബൈ 2m കിട്ടും അല്ലേ. മൈനസ് ബി ബൈ 2m ഇൻറ്റു ദാറ്റ് ഇറ്റ് സെൽഫ്. ആ ടേം അവിടെ ഉണ്ട്. പിന്നെ കോസ് ഒമേഗ പ്രൈം ടി പ്ലസ് 5 ഫസ്റ്റ് പ്രോഡക്റ്റ് ആയി. ദെൻ സെക്കൻഡ് തിങ് ഈസ് ഇതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് അത് പുറത്തുണ്ട്. നമ്മൾ കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒമേഗ പ്രൈം സൈൻ ഒമേഗ പ്രൈം ടി പ്ലസ് 5 എന്ന് കിട്ടും. ഇതാണ് ആ ഡിഫറൻഷിയേഷനിൽ വരിക. ഒമേഗ പ്രൈം സൈൻ ഒമേഗ പ്രൈം പ്ലസ് ടി എന്നുള്ള വരും. ചെറുതായിട്ട് ഇവിടെ ഒന്നാം സാധനം മാറിപ്പോയി. സൈൻ ഒമേഗ പ്രൈം ടി പ്ലസ് 5 എന്നുള്ള വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോണത് ചെറിയൊരു അപ്രോക്സിമേഷൻ. വി വിൽ ഡു എ സ്മോൾ അപ്രോക്സിമേഷൻ ഓവർ ദേർ. അതെന്താണ് അപ്രോക്സിമേഷൻ എന്നുള്ളത് പറയാം. നമ്മളവിടെ ഒമേഗ എന്നുള്ളതിന് ഒമേഗ പ്രൈം എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് എടുക്കും. അതുപോലെ ഇവിടെ നമുക്കൊരു സ്വാഭാവികമായിട്ടും സൈന് വരുന്ന സമയത്ത് ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടാവും കേട്ടോ. ഒരു മൈനസ് സൈൻ ഉണ്ടാവും. അപ്പം ആ മൈനസ് സൈനും പുറത്തേക്ക് വരും. ഇത് രണ്ടും കൂടെ പുറത്തേക്ക് വരുമ്പോൾ, രണ്ട് മൈനസും കൂടെ പുറത്തേക്ക് വരിക, ഒമേഗനെയും പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ഒമേഗ പ്രൈം എ ഇ ടു ദ പവർ മൈനസ് ബി ടി ബൈ 2m. അത് രണ്ടും പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഉള്ളത് ഇവിടെ ഈ പറയുന്ന പോലെ സൈന്, അതിനെ ഞാൻ ആദ്യം എഴുതാം. സൈൻ
omega prime t plus phi എന്നുള്ളത്തേക്ക് വരും plus b by 2m by omega 1 or omega instead of omega 1 we are using omega prime into cos omega prime t plus phi. ഇതാണ് എക്സ്പ്രഷൻ വരിക. സോ ഇൻ ദിസ് എക്സ്പ്രഷൻ നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തുകയാണ്. നമ്മുടെ ഡാമ്പിങ് വളരെ ലൈറ്റ് ആണെങ്കിൽ, ഡാമ്പിങ് വളരെ ലൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്ന ടേം ഭയങ്കരമായിട്ട് ചെറുതായിരിക്കും. ഡാമ്പിങ് ലൈറ്റ് ആണെങ്കിൽ ഈ ബി വളരെ ചെറുതായിരിക്കുമല്ലോ. ബി വളരെ ചെറുതായി കഴിഞ്ഞുള്ള സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം, ദിസ് ടേം വിൽ ബി ക്ലോസ് ടു 0 ആയിരിക്കും. സീറോയുടെ അടുത്തായിരിക്കും ബി ചെറുതാവുമ്പോൾ. വളരെ ലൈറ്റ് ഡാമ്പിങ് ആണെങ്കിലാണ് ഈ അപ്രോക്സിമേഷൻ കേട്ടോ. അപ്പൊ ബി വളരെ ചെറുതായിരിക്കും. ബി വളരെ ചെറുതാവുമ്പോൾ ഈ ടേം ടോട്ടലി ദിസ് ടേം ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ആ ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി ഉള്ള ആളുകൾ മാത്രമേ ബിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. Therefore, I will be capable of writing reception Royal Palace at 1500. Sorry, that will be നമുക്കത് വെലോസിറ്റിയുടെ ടേം ഇങ്ങനെ വരും. വെലോസിറ്റി v is equal to minus omega prime a exponential minus bt by 2m minus bt by 2m. Then what was there? We have sin omega prime t plus phi. Sin omega prime t plus phi. This will be the equation for or formula for velocity, instantaneous velocity for a damped harmonic oscillator, provided the damping is very light. Light damping ആയാലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഡാമ്പിംഗ് ലൈറ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. റൈറ്റ്. Now for us we have almost reached towards the kinetic energy. So I can write kinetic energy Ke is equal to half m v square. That will be half m v square is nothing but I have to square this. I will be getting omega prime square, then a square. Similarly, the other thing will be this will be squared, and that 2 and this 2 will be getting cancelled. Therefore, it will be exponential minus bt by m, then square of this, that is sine square omega prime t plus phi. This will be the expression for kinetic energy, and obviously we have in our hand potential energy already derived. And we will do one more approximation, and don't be pessimistic about that. Doing an approximation is after verifying clearly it will not alter or change the final result substantially. നമ്മൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഗൗരവതരമായിട്ട് അതിനെ ബാധിക്കില്ല, അതിനൊരു നിരക്കും ബാധിക്കില്ല എന്നുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് അപ്രോക്സിമേഷൻ ചെയ്യുക കേട്ടോ. ഫിസിക്സിൽ നമുക്കിങ്ങനെ തോന്നും ഓരോ ടേം ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിനെ നേരാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് ബിലീവ് അപ്രോക്സിമേഷൻസ് ആർ ഓൾവേസ് ഫെയ്ത്ത്ഫുൾ ടൂൾസ് ഇൻ സിംപ്ലിഫൈയിങ് അവർ ഇക്വേഷൻസ്. അപ്പോൾ ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു അവിശ്വാസവും അപ്രോക്സിമേഷനോട് വേണ്ട. So what is the approximation we are about to do here? That is nothing but this omega prime. Omega prime, if the damping is light, already we have discussed that the case which we are analyzing here is a light damping case. Therefore, omega prime is close to omega. Omega prime is close to omega. Then we have k is nothing but m omega square, because omega is equal to root of k by m. Then k is equal to m omega square. Then since omega prime is almost equal to omega, this m omega square can be substituted as k. So our kinetic energy equation
simplifies to this form: half k a square exponential minus bt by m sine square omega prime t plus phi. So this is the expression for kinetic energy. And look at this. What are the terms? You have a sine square omega prime t plus phi over here. You have a half k square here. You have e to the power minus dt by m there. Then go back to the potential energy expression. We have the potential energy expression over here. You check it out. We have again half k a square here. E to the power minus bt by m there. And additionally you have cos square omega t plus phi. And if we go to add them, again you must be noticing that it is going to get simplified more clearly. That is, total energy is nothing but kinetic energy plus potential energy. Kinetic is here half k a square exponential minus bt by m sine square omega prime t plus phi plus half k a square exponential minus bt by m cos square omega prime t plus phi. So we can see the common things, that is half k a square exponential minus bt by m is common, and within the bracket we have sine square omega prime t plus phi plus cos square omega prime t plus phi, which is equal to 1. So finally we have reached to a very simple looking equation for total energy: half k a square exponential minus bt by m, where we have total energy equation for undamped oscillator as half k a square. So we have an additional factor e to the power minus bt by m, which will eventually decrease the total energy because exponential and its power is with negative power. Then as time increases, this term will start reducing the entire total energy term. So for a lightly damped harmonic oscillator, total energy also gets damped by this formula. This derivation is necessary because it is there in the textbook itself. So you will have to be learning this derivation throughout, and it is quite simple. So this is what total energy for a damped harmonic oscillator, and the remaining topics will be discussed in coming lectures.